ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുകയാണ്. HIV അണുബാധ മാനവരാശിക്ക് ഭീഷണിയായി ഇന്നും നിലനിൽക്കുന്നു. HIV പ്രതിരോധിക്കുന്നതിനും അണുബാധിതരെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. പ്രധാന വാർത്തകളിലേക്ക്. അടച്ചുപൂട്ടുന്ന മദ്യഷോപ്പുകളിലെ ജീവനക്കാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളുടെ കളക്ടറേറ്റ് ധർണ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. നഗരത്തിൽ ബോധവൽക്കരണ പരിപാടികളും റാലിയും. തുഞ്ചന്റെ മണ്ണിൽ നിന്നും സ്വർണ്ണക്കപ്പുമായി തുറമുഖ നഗരത്തിന്റെ കുട്ടി ശാസ്ത്രജ്ഞന്മാർ തിരിച്ചെത്തി. ഉജ്ജ്വല സ്വീകരണം. വാർത്തകൾ വിശദമായി. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. സമൂഹത്തിൽ ഇനി ഒരു പുതിയ HIV അണുബാധ പോലും ഉണ്ടാവാതിരിക്കാനും ഒറ്റപ്പെടലും വിവേചനവും ഇല്ലാത്ത സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് HIV ബാധിതരെ കൊണ്ടുവരണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. HIV അണുബാധ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നും HIV പ്രതിരോധിക്കുന്നതിനും അണുബാധിതരെ സംരക്ഷിക്കുന്നതിനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യേണ്ടതുണ്ടെന്നും ഈ ദിനം മാനവരാശിയെ ഓർമ്മിപ്പിക്കുകയാണ്. മാറുന്ന ജീവിത സാഹചര്യങ്ങളാണ് അധികം ആളുകളെയും HIV രോഗത്തിന് ഇരയാക്കുന്നത്. അതിനാൽ അസുഖത്തെക്കുറിച്ചും അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും രോഗബാധിതരെയും സമൂഹത്തെയും ബോധവൽക്കരിക്കാൻ നിരവധി പരിപാടികൾ ഇന്നും നടന്നുവരുന്നുണ്ട്. എന്നാൽ സാമൂഹ്യനിന്ദയും വിവേചനവും ഭയന്ന് രോഗബാധിതർ സമൂഹത്തിന് മുന്നിലേക്ക് വരാൻ മടിക്കുകയാണ്. സമൂഹം അവരെ ഏറ്റെടുക്കുവാനും തയ്യാറായില്ല എന്നതും മറ്റൊരു വസ്തുത. ആദ്യകാലങ്ങളിൽ എയ്ഡ്സ് ബാധിച്ചവർ 1-2 വർഷങ്ങൾക്കുള്ളിൽ മരിച്ചുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എയ്ഡ്സിന് നൂതനങ്ങളായ ചികിത്സാ രീതികളുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇന്നും ഈ ചികിത്സാ രീതികളെക്കുറിച്ച് വേണ്ടത്ര അവബോധരല്ല. അതിനാൽ ചികിത്സ ആവശ്യമുള്ള മുഴുവൻ HIV ബാധിതർക്കും ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ എയ്ഡ്സ് മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഒറ്റപ്പെടലും വിവേചനവും മാറ്റി നിർത്തി ആവശ്യമായ കരുതലും പരിചരണവും നൽകി HIV ബാധിതരെ ഈ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. ഇന്ത്യയിൽ 3.5 കോടിയോളം എയ്ഡ്സ് രോഗികളിൽ 15 ലക്ഷത്തോളം കുട്ടികളാണെന്ന വസ്തുത ഞെട്ടിപ്പിക്കുന്നെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. എയ്ഡ്സ് ദിന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു അവർ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നടന്ന ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. ഇന്ത്യയിൽ 3.5 കോടിയോളം എയ്ഡ്സ് രോഗികളിൽ 15 ലക്ഷത്തോളം കുട്ടികളാണെന്ന വസ്തുത ഞെട്ടിക്കുന്നതാണെന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതെല്ലാം തന്നെ ബോധവൽക്കരണത്തിൽ കൂടെ അല്ലാതെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. രക്തം സ്വീകരിക്കുമ്പോൾ അതും നല്ല ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് മാത്രമേ രക്തം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ CA ലത എയ്ഡ്സ് ദിന സന്ദേശം നൽകി. ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. പുതിയ HIV അണുബാധയില്ലാത്ത വിവേചനമില്ലാത്ത എയ്ഡ്സ് മരണങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ജില്ലാ മെഡിക്കൽ ഓഫീസർ PK മോഹനൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KP ഷീബ, വാർഡ് കൌൺസിലർ ജീൻ മോസസ്, അഡീഷണൽ DMO ഡോക്ടർ സാബു, ഡോക്ടർ A ബാബുരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മജീഷ്യൻ രാജീവ് മേമുണ്ട അവതരിപ്പിച്ച എയ്ഡ്സ് ബോധവൽക്കരണ മാജിക് ഷോയും അരങ്ങേറി. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ സ്ക്വയറിൽ വൈകിട്ട് മെഴുകുതിരി തെളിയിച്ചു. രാവിലെ റാലി മാനാഞ്ചിറയിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി ബീച്ചിൽ സമാപിച്ചു. താജ്മഹലിനെ ചിരട്ടയിൽ നിർമ്മിക്കാനാകുമോ? സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടുകാരൻ സക്കീർ.
കൂലിപ്പണിക്കാരനായ സക്കീറിന്റെ കരവിരുതിലൂടെയാണ് ചിരട്ട കഷ്ണങ്ങളിൽ ലോകമഹാത്ഭുതത്തെ ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ടിലേക്ക്. ചിരട്ടയിൽ വിസ്മയം തീർത്ത് കോഴിക്കോട്ടുകാരൻ സക്കീർ 8 മാസം കൊണ്ട് 247 തേങ്ങകളുടെ ചിരട്ടകൾ ഉപയോഗിച്ചാണ് താജ്മഹൽ ശില്പം ഒരുക്കിയത്. കൂലിപ്പണിക്കാരനായ സക്കീർ ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിലാണ് ശില്പനിർമ്മാണത്തിന് സമയം കണ്ടെത്തുന്നത്. സക്കീറിന്റെ കരവിരുതിലൂടെ വൈവിധ്യമാർന്ന ചിരട്ട കഷ്ണങ്ങൾ നിരവധി ശില്പങ്ങളായി രൂപാന്തരപ്പെടുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ കൊപ്ര സംഭരണശാലകളിൽ നിന്ന് ചിരട്ടകൾ ശേഖരിച്ച് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് ശില്പനിർമ്മാണം. ഫ്ലക്സ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം പശയും ഫെവിക്കോളും ചേർത്താണ് ചിരട്ട കഷ്ണങ്ങൾ ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിക്കുമ്പോൾ ചിരട്ടപ്പൊടി ചേർക്കുന്നതിനാൽ നല്ല ഉറപ്പം ലഭിക്കുന്നതായി സക്കീർ പറയുന്നു. താജ്മഹൽ കൂടാതെ ഒരു വീട്, തെങ്ങ്, ഫുട്ബോൾ തുടങ്ങി വൈവിധ്യമാർന്ന ചിരട്ട ഉൽപ്പന്നങ്ങളും സക്കീർ നിർമ്മിച്ചിട്ടുണ്ട്. ചിരട്ട കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്ന് സക്കീർ സൂചിപ്പിക്കുന്നു. ഭയങ്കര റിസ്ക്കുള്ള സംഗതിയാണ്, പെട്ടെന്നൊന്നും ഇത് ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുന്നില്ല. അടുത്ത് ഉണ്ടാക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിനാണ്. പക്ഷെ അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയെങ്കിലേ അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഏറ്റവും അവിടെ പോയി കാണാനാണ് ആഗ്രഹം. പക്ഷെ അത് കണ്ടെങ്കിലേ അത് നല്ലൊരു വൃത്തിയിലായിട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സക്കീറിന്റെ കരവിരുത് കണ്ടുപഠിച്ച മകൻ മുഹമ്മദ് നബീസും ചിരട്ടകൾ ഉപയോഗിച്ച് ചെറിയ വസ്തുക്കൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭാര്യ നദീറയും മക്കളായ നാദിയയും ആദിയയും ചിരട്ട കൊണ്ടുള്ള നിർമ്മാണത്തിന് പിന്തുണയോടെ സക്കീറിനൊപ്പമുണ്ട്. അടച്ചുപൂട്ടുന്ന മദ്യഷോപ്പുകളിലെ ജീവനക്കാരുടെ ജോലിസ്ഥിരത ഉറപ്പുവരുത്താനും ജീവനക്കാർക്ക് പെൻഷനും ഗ്രാറ്റുവിറ്റിയും തുടർന്നും ലഭിക്കാനുമുള്ള നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വിദേശ മദ്യത്തൊഴിലാളി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ധർണ നടന്നു. അഡ്വക്കേറ്റ് എം രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ പുതിയ മദ്യനയം കാരണം അടച്ചുപൂട്ടുന്ന മദ്യഷാപ്പുകളിലെ ജീവനക്കാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, അബ്കാരി വെൽഫെയർ ബോർഡ് ജീവനക്കാർക്ക് നൽകി വരുന്ന പെൻഷനും ഗ്രാറ്റുവിറ്റിയും തുടർന്ന് ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വിദേശ മദ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് മുൻപിൽ ധർണാ സമരം നടത്തിയത്. കേരള സംസ്ഥാന വിദേശ മദ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സബീഷ് കുന്നങ്ങോത്ത് അധ്യക്ഷനായ പരിപാടി INDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കിട്ടിയാൽ അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. സർവീസ് വരെ ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ടാവും. അതിനുശേഷം നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ തന്നെ കിട്ടും എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്, അതുപോലെ തന്നെ വിശ്വാസമാണ്. അതിനെ ഘടകവിരുദ്ധമായി കൊണ്ട് തീരുമാനം ആരെടുത്താലും, UDF സർക്കാർ എടുത്താലും ഏത് സർക്കാർ എടുത്താലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്, തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാലഘട്ടം. CIT ജില്ലാ കമ്മിറ്റി അംഗം CP സുലൈമാൻ, CK ഗിരീഷ് കുമാർ, KP സതീശൻ, CK വിനോദ് കുമാർ, ജിജി ജോസഫ്, CK മണിലാൽ, ബാബുരാജ് ടി എന്നിവർ സംസാരിച്ചു. ഭാവിയിൽ മേരി ക്യൂറിയെയും CV രാമനെയും പോലുള്ള ലോകോത്തര ശാസ്ത്രജ്ഞരായി നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നു വരണമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ AK പ്രേമചന്ദ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ കോഴിക്കോട് ജില്ലാ ടീം അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ കോഴിക്കോട് ജില്ലാ ടീം അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ജില്ലാ ഭരണകൂടം സ്വീകരണം നൽകി. ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ AK പ്രേമചന്ദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിജയികൾക്ക് മധുരം നൽകിയാണ് മേയർ ഉദ്ഘാടനം നിർവഹിച്ചത്. ശാസ്ത്രമേളയിൽ പങ്കെടുത്ത കുട്ടികളും അല്ലാത്തവരും ഭാവിയിൽ മാഡം ക്യൂറിയും CV രാമനും പോലെ ഉന്നത തലത്തിലേക്ക് ലോകോത്തര ശാസ്ത്രജ്ഞന്മാരായും ശാസ്ത്രജ്ഞകളായും മാറട്ടെ എന്നാണ് എനിക്ക് നിങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കുമ്പോൾ ആശംസിക്കാനുള്ളത്. അടുത്ത് വരുന്ന കലോത്സവം ഇതിൻ്റെ ഒരു സൂചനയായി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാൻ സാധിക്കും. പ്രവൃത്തി പരിചയമേളയിലെ മികവാണ് കോഴിക്കോടിന് 4ാം കിരീടം സമ്മാനിച്ചത്. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ കോഴിക്കോട് ജേതാക്കളായി. ഗണിതശാസ്ത്രത്തിൽ ഓവറോൾ പട്ടവും IT വിഭാഗത്തിൽ ഓവറോൾ സ്വർണ്ണക്കപ്പും കോഴിക്കോട് സ്വന്തമാക്കി. സാമൂഹ്യശാസ്ത്രമേളയിൽ UP HS വിഭാഗങ്ങളിൽ ജേതാക്കളായി. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കാണത്തിൽ ജമീല അധ്യക്ഷം വഹിച്ചു. ജില്ലാ കളക്ടർ CA ലത മുഖ്യാതിഥിയായി.
വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഗിരീഷ് ചോലയിൽ, കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു മംഗല്യമുണ്ട്. ആ മംഗല്യത്തിൽ ഒരു പട്ടുണ്ട്. ആ പട്ടിന് ഇനി 10 പ്രത്യേകതകളുണ്ട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സൗഗന്ധിക പെർഫെക്റ്റ് ടൺ. ഷെയ്ഡ്, ടെക്സ്ചർ, ബ്ലെൻഡ് തുടങ്ങി നെയ്ത്തിലെ 10 പൊരുത്തങ്ങൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി. പെർഫെക്റ്റ് ടൺ ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യപ്പട്ടിന് ഇനി 10ൽ 10 പൊരുത്തം. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകൾ നേരിടുന്ന അക്രമത്തിനെതിരെയും ബോധവൽക്കരിക്കാൻ സൈക്കിളിൽ ഭാരതം ചുറ്റുകയാണ് ബീഹാർ സ്വദേശി രാകേഷ് കുമാർ സിംഗ്. സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ബാലിക സ്ത്രീധന പീഡനങ്ങൾ ഏറിവരുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും ആസിഡ് ആക്രമണങ്ങളും ഇല്ലാത്ത സമൂഹത്തെ സ്വപ്നം കാണുകയാണ് രാകേഷ് കുമാർ സിംഗ്. വർദ്ധിച്ചുവരുന്ന സ്ത്രീ പീഡനങ്ങൾ ഇല്ലാതാക്കാൻ നിയമം കൊണ്ട് മാത്രം കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സമൂഹത്തിൽ ആരും സുരക്ഷിതരല്ല. എന്നാൽ ഇതിനെതിരെ സ്വയം പ്രതികരിക്കണം. റൈഡ് ഫോർ ജെൻഡർ ഫ്രീഡം യാത്രയുമായി കോഴിക്കോട്ടെത്തിയതായിരുന്നു രാകേഷ് കുമാർ സിംഗ്. മറ്റു സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ സ്ത്രീധന പീഡനങ്ങളും പെൺകുട്ടികളോടുള്ള അതിക്രമങ്ങളും കൂടുതലാണ് എന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലിംഗവിവേചനത്തിനെതിരെയും സുരക്ഷിതമായ സമൂഹത്തിനുമായി നാം പ്രതികരിക്കണം. 2017 വരെ നീളുന്ന യാത്രയാണ് താൻ വിഭാവനം ചെയ്യുന്നത്. യാത്രയിൽ യുവാക്കളിലും പൊതുജനങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള സന്ദേശം എത്തിക്കുകയാണ് രാകേഷ് കുമാർ സിംഗ്. കേരളത്തിൽ യാത്ര പൂർത്തിയായതിനു ശേഷം കർണാടകയിലേക്ക് പോകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൂര്യ TV ബ്യൂറോ ചീഫ് P. അനിൽ രചിച്ച ബാലസാഹിത്യ കൃതി കുഞ്ഞാറ്റയുടെ മാന്ത്രികപ്പട്ടം പ്രകാശനം ചെയ്തു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ MP വീരേന്ദ്രകുമാർ DIG S. ശ്രീജിത്തിന് ആദ്യപ്രതി നൽകി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. സൂര്യ TV ബ്യൂറോ ചീഫ് P. അനിൽ രചിച്ച ബാലസാഹിത്യ കൃതിയായ കുഞ്ഞാറ്റയുടെ മാന്ത്രികപ്പട്ടം പ്രകാശനം ചെയ്തു. മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ DIG S. ശ്രീജിത്തിന് ആദ്യപ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. എഴുത്തുകാരൻ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ MP വീരേന്ദ്രകുമാർ. കുട്ടികളുടെ മനസ്സിൽ എളുപ്പത്തിൽ കടന്നു ചെല്ലുന്നതാണ് അനിലിന്റെ രചനാശൈലിയെന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞു. ഇവിടെ ഈ കുഞ്ഞാറ്റയുടെ മാന്ത്രികപ്പട്ടത്തിന് ഇത് ബാലസാഹിത്യമാണ്. ബാലസാഹിത്യത്തിൽ അക്ഷര അവാർഡ് നേടിയ ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. കഥയ്ക്ക് വേണ്ടി കഥ എഴുതുകയല്ല, അദ്ദേഹം ചില മൂല്യങ്ങൾ വിശ്വസിക്കുന്ന ആളാണ്. ഗീതാമൃതം എന്നൊരു പുസ്തകം അദ്ദേഹം രചിച്ചിരുന്നു. ചില മൂല്യങ്ങളിൽ കാലം എത്ര പോയാലും സമൂഹത്തിൽ എന്തെന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും സമൂഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചില മൂല്യങ്ങളും നിലനിൽക്കണം. മൂല്യബോധം ആവശ്യമാണ്. AK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന കളക്ടർ CA ലത നിർവഹിച്ചു. മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ ഏറ്റുവാങ്ങി. പുസ്തകത്തിലെ കഥകൾക്കുള്ള ചിത്രം വരച്ച മാതൃഭൂമി ആർട്ട് എഡിറ്റർ മദനനെ പൊന്നാടി അണിയിച്ച് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ആദരിച്ചു.
കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ ശാന്ത, കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുള, AV പ്രകാശ്, KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. സുദീപ് തെക്കേപ്പാട്ട് സ്വാഗതവും P അനിൽ നന്ദിയും പറഞ്ഞു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സമ്മേളനം മേഖല അമീർ KM അബ്ദുള്ളക്കോയ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ ഭാരത് പ്രചാരണ മേലധ്യക്ഷൻ മൗലാന മുനീർ അഹമ്മദ് ഖാദിം നിർവഹിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ സമ്മേളനം കോഴിക്കോട് മുതലക്കുളത്തെ ബൈത്തുൽ ഖുദൂസിൽ നടന്നു. സമ്മേളനം മേഖല അമീർ KM അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ये दरख्वास्त की गई है कि वो जमातों में दीनी तालीम का, दीनी क्लासेस के बारे में अच्छी तरह निगरानी करें कि माँ बाप कितनी तवज्जो कर रहे हैं अपने बच्चों को दीनी तालीम दिलवाने के लिए. അഹമ്മദിയ മിഷൻ മാത്തോട്ടം അമീർ PM ബഷീർ അഹമ്മദ്, AM മുഹമ്മദ് സലീം, തൃശൂർ മേഖല മിഷണറി മൌലവി മുഹമ്മദ് സലീം, M അഹമ്മദ് കുട്ടി കൊടിയത്തൂർ, ദക്ഷിണ ഭാരത് പ്രചാരണ സഹ മേലധ്യക്ഷൻ മൌലാന അബ്ദുൾ, നിയാസ് പഞ്ചാബ്, M സഫർ അഹമ്മദ്, CP മൊയ്തീൻ കുട്ടി എന്നിവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനം ദക്ഷിണ ഭാരത് പ്രചാരണ മേലധ്യക്ഷൻ മൌലാന മുനീർ അഹമ്മദ് ഖാദിം ഉദ്ഘാടനം ചെയ്തു. അമീർ KM അഹമ്മദ് കോയ അധ്യക്ഷം വഹിച്ചു. M നാസിർ അഹമ്മദ്, സുൽത്താൻ നസീർ എന്നിവർ പ്രസംഗിച്ചു. 3 മാസത്തിനകം ജില്ലയിലെ 25ഓളം വീടുകൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ 5അംഗ സംഘത്തിലെ 3 പേർ പിടിയിലായി. കസബ CI ബാബു പെരിങ്ങോത്തും സിറ്റി ക്രൈംബ്രാഞ്ച് സ്ക്വാഡും ചേർന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. സംഘത്തലവനടക്കം 2 പേർ ഒളിവിലാണ്. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ അടച്ചിട്ട 25ഓളം വീടുകൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ 5അംഗ സംഘത്തിൽപ്പെട്ട 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയാണ് സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബു, കസബ CI ബാബു പെരിങ്ങോത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. മാത്ര സ്വദേശി കള്ളിവളപ്പിൽ മേത്തൽ മുഹമ്മദ് അഷ്റഫ്, ചാലപ്പുറം സ്വദേശി മുള്ളത്തുകണ്ടിപ്പറമ്പ് വിമലേഷ്, മാറാട് സ്വദേശി മുണ്ടേക്കാട്ടുപറമ്പ് അയ്യപ്പൻ ബിജു എന്ന EK വിജേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അന്തർ സംസ്ഥാന മോഷ്ടാവായ സംഘത്തലവൻ, കന്നഡ സംസാരിക്കുന്ന സംഘാംഗം എന്നിവർക്കായി പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു. സംഘം കൊള്ളയടിച്ച ലാപ്ടോപ്പുകൾ, LED ടിവികൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വൻശേഖരവും മോഷണത്തിന് ഉപയോഗിച്ച 2 ഓട്ടോറിക്ഷകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പന്നിങ്ങര, മാത്തോട്ടം മെഡിക്കൽ കോളേജ്, ചേവായൂർ എന്നിവിടങ്ങളിൽ അടുത്തിടെയുണ്ടായ ഭവനഭേദനത്തെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പ്രത്യേക സ്ക്വാഡ് രൂപവൽക്കരിച്ചിരുന്നു. മാത്തോട്ടം സ്മൃതിയിൽ പവിത്രന്റെ വീട്ടിൽ നിന്ന് 35 പവൻ, വജ്രാഭരണം എന്നിവ കവർച്ച ചെയ്ത കേസിൽ സിറ്റി ക്രൈം സ്ക്വാഡ് ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോ മൂവർ സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചത്. പന്നിങ്ങര SI M അഷ്റഫ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ O മോഹൻദാസ്, TP ബിജു, KR രാജേഷ്, MV അനീഷ്, KP ഷൈജുൽ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തൊണ്ടയുടെ നന്ദനത്തിൽ ശശിധരൻ, ഗോവിന്ദപുരം OJ ജോസ്, തിരുവണ്ണൂർ അൽമോണയാട്ട് കമ്പനി, തിരുവണ്ണൂരിലെ V ഉണ്ണികൃഷ്ണൻ, തിരുവണ്ണൂർ സലീൽ വീട് ഡോക്ടർ ജോണി ജോസഫ്, പന്നിങ്ങര ഉസ്ന നിവാസ്, പന്നിങ്ങര കൃഷ്ണവിലാസം വേണുഗോപാൽ, കുറ്റിൽത്താഴം ചന്ദ്രൻ, കുറ്റിൽത്താഴം നളിനാക്ഷൻ, ബീന നിവാസിൽ ബാലകൃഷ്ണൻ, പൊറ്റമൽ ഡോക്ടർ ശൈലേഷ്, തൊണ്ടയാട് കേളപ്പൻ എന്നിവരുടെ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയതായി പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. വർഗീയതയെ ചെറുക്കാൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കണമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ കൊയിലാണ്ടി നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഡീപ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഗീയതയെ ചെറുക്കാൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കണമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ പറഞ്ഞു. കൊയിലാണ്ടി നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഡീപ് പദ്ധതിയുടെ ഭാഗമായി K ദാസൻ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കൊയിലാണ്ടി ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ജസ്റ്റിസ് VR കൃഷ്ണയുടെ ജന്മശതാബ്ദി കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു. തന്റെ പിതാവ് CH മുഹമ്മദ് കോയ കൊയിലാണ്ടി ബോയ്സ് HSSലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ ഉതകുന്ന സ്മാരകം വിദ്യാലയത്തിൽ നിർമ്മിക്കുമെന്നും മന്ത്രി മുനീർ പറഞ്ഞു. K ദാസൻ MLA അധ്യക്ഷത വഹിച്ചു. ഡീപ് ലോഗോ പ്രകാശനം CK നാണു MLA നിർവഹിച്ചു. AK ശശീന്ദ്രൻ MLA, മുൻ MLA P വിശ്വൻ, PSC അംഗം TT ഇസ്മായിൽ, നഗരസഭാ അധ്യക്ഷ K ശാന്ത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV ചന്ദ്രഹാസൻ, ഗിരിജ മനത്താനത്ത്, മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജീവാനന്ദൻ, K ഓമന, KTM കോയ, A അസീസ്, T പുഷ്പ, VP ഇബ്രാഹിംകുട്ടി, U രാജീവൻ, VT സുരേന്ദ്രൻ, A നൌഷാദ്, EK സുരേഷ് കുമാർ, P വത്സല, KK ജവഹർ മനോഹർ, ബിജേഷ് ഉപ്പാലക്കൽ, CK വാസു തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ TK ചന്ദ്രൻ സ്വാഗതവും K പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം.
പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം വാഴ്വെന്നും അഴകാമുത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ മഹോത്സവത്തിന് സമാപനമായി. നവംബർ 26 മുതൽ ആരംഭിച്ച മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പ്രാർത്ഥനകളും കുർബാനയും നടന്നു. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ മഹോത്സവത്തിന് സമാപനം. നവംബർ 26 മുതൽ ഡിസംബർ 1 വരെയായിരുന്നു തിരുനാൾ കൊണ്ടാടിയത്. റവറൻ ഫാദർ മോൺ ഡോക്ടർ തോമസ് പനക്കിലായിരുന്നു കൊടിയേറ്റം നടത്തിയത്. റവറൻ ഡോക്ടർ അലേഷ്യസ് കുളങ്ങര, റവറൻ ഫാദർ സേവ്യർ വേലിയകം, ഫാദർ ഡാനി ജോസഫ്, ഫാദർ ജോണി MSFS, റവറൻ ഫാദർ പോൾ പേഴ്സി ഡിസൽവ, റവറൻ മോൺ ഡോക്ടർ തോമസ് പനക്കിൽ എന്നിവർ വിവിധ ദിവസങ്ങളിലായി നടന്ന വിശുദ്ധ കുർബാനകൾക്ക് നേതൃത്വം നൽകി. സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ്, സെന്റ് പീറ്റർ കുടുംബ യൂണിറ്റ്, സെന്റ് ജൂഡ് കുടുംബ യൂണിറ്റ്, സെന്റ് ആൻഡ്രൂസ് കുടുംബ യൂണിറ്റ്, പാരിഷ് കൌൺസിൽ, മത്സ്യബന്ധന സഹോദരങ്ങൾ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോർജ് കുട്ടി PJ, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ജോയ്മാൻ തറമൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ധ്യാനം, ദിവ്യബലി, കുംഭസാരം, ജപമാല, സ്നേഹവിരുന്ന്, കലാപരിപാടികൾ എന്നിവ നടന്നു. ഇനി കാണാം റെസിഡൻസ് അസോസിയേഷൻ വാർത്തകൾ. ബേപ്പൂർ കാരാട്ട് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ജാഫർ വീട്ടുപിടിക്കൽ നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായ പരിപാടി കൌൺസിലർ പി ജലജ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ AP ജയകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ VK പൌലോസ് മുഖ്യപ്രഭാഷണം നടത്തി. കൃപാലിനി ടീച്ചർ, P രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ നടുവട്ടം വെസ്റ്റ്, റോയൽ, ആശീർവാദ്, സ്നേഹ റെസിഡൻസ്, ബാബ ഹെൽത്ത് കെയർ എന്നിവരുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 49ാം ഡിവിഷൻ കൌൺസിലർ P ദേവരാജൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് PK രാമദാസ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഐക്യത്തിൽ ജയപ്രകാശ്, റോയൽ റെസിഡൻസ് സെക്രട്ടറി KP നാസർ, ആശീർവാദ് റെസിഡൻസ് പ്രസിഡന്റ് K സോമൻ, നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് ട്രഷറർ T ഹരിമോഹൻ, സ്നേഹ റെസിഡൻസ് പ്രതിനിധി KT നാസർ, നടുവട്ടം വെസ്റ്റ് റെസിഡൻസ് പ്രതിനിധി KB സുധാകരൻ, NV ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ബോധവൽക്കരണ ക്ലാസ് ചെറുവണ്ണൂർ സർക്കിൾ ഇൻസ്പെക്ടർ KS ഷാജി ഉദ്ഘാടനം ചെയ്തു. റോയൽ റെസിഡൻസ് പ്രസിഡന്റ് TK സുനിൽകുമാർ, P സ്വാമിനാഥൻ, V അനിൽകുമാർ, ബിന്ദു, KV ഷെരീഫ്, PV മനോജ്, വിനോദ് PK എന്നിവർ സംസാരിച്ചു. ഉത്സവ വിശേഷങ്ങളിലേക്ക്. മണ്ഡലകാല ഉത്സവത്തോടനുബന്ധിച്ച് ബേപ്പൂർ ഹൈസ്കൂളിന് സമീപത്ത് ഉറുമ്പങ്കാവിൽ ഭജനയും ഭിക്ഷയും സംഘടിപ്പിച്ചു. ബേപ്പൂർ ജോളിയൻ പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ഭജന നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പരിപാടികളിൽ പങ്കാളികളായി. വടക്കേടത്ത് രാജൻ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനി കായിക വാർത്തകൾ. ബേപ്പൂർ സീനിയർ കമ്മ്യൂണിറ്റി TV KCL വിന്നേഴ്സ് ട്രോഫിക്കും കൊല്ലരത്ത് സ്വപ്നകുമാർ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ബേപ്പൂർ റോയൽ സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച സോണൽ സെപ്റ്റിഫെസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ
കാലിക്കറ്റ് VP സത്യൻ സോക്കർ സബ് സെന്റർ ചാമ്പ്യന്മാരായി. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബേപ്പൂർ റോയൽ സബ് സെന്ററിനെയാണ് തോൽപ്പിച്ചത്. ബേപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ P. ജലജ അധ്യക്ഷം വഹിച്ചു. ഗോളി KP സേതുമാധവൻ, റോയൽസ് പ്രസിഡന്റ് K. ബാലഗോപാൽ, ജനറൽ കൺവീനർ T. അബ്ദുൾ സലീം, മുരളി ബേപ്പൂർ, TP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സിറ്റി, ബേപ്പൂർ, കടലുണ്ടി, പെരുവയിൽ എന്നീ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ CDA ചെയർമാൻ NC അബൂബക്കർ സമ്മാനദാനം നിർവഹിച്ചു. പ്രസിഡന്റ് K. ബാലഗോപാൽ അധ്യക്ഷം വഹിച്ചു. TM അബ്ദുറഹിമാൻ, T. അബ്ദുൾ സലീം, PV ബാബുരാജ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ദേശീയപാത 212-ൽ താമരശ്ശേരി മുതൽ ലക്കിടി വരെ അപകടമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിസംബർ 3 മുതൽ മെയ് 31 വരെ റോഡ് സുരക്ഷാ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 6 മാസക്കാലം നീണ്ടുനിൽക്കുന്ന റോഡ് സുരക്ഷാ ക്യാമ്പയിൻ ഡിസംബർ 3-ന് ഈങ്ങാപ്പുഴയിൽ കോഴിക്കോട് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി താലൂക്ക് ലോറി ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മുൻകൈയെടുത്ത് കൊടുവള്ളി സബ് RTO ഓഫീസ്, താമരശ്ശേരി പോലീസ്, ഈങ്ങാപ്പുഴ MGM സ്കൂൾ ട്രാഫിക് ക്ലബ്ബ്, ഈങ്ങാപ്പുഴ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവരുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ നടത്തുക. MESന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചാത്തമംഗലം MES കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇന്ത്യൻ വസ്ത്രധാരണ രീതിയിൽ മുസ്ലിങ്ങളുടെ സംഭാവന എന്ന പ്രമേയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 3-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന സെമിനാർ MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം, ശുചീകരണം, കലാമത്സരങ്ങൾ, ഡോക്യുമെന്ററി പ്രദർശനം, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവ നടത്തും. ഡിസംബർ 2, 3 തീയതികളിൽ നടത്തപ്പെടുന്ന പരിപാടികളുടെ ഉദ്ഘാടനം ഡിസംബർ 3-ന് കളക്ടർ CA ലത നിർവഹിക്കും. ദിനാചരണ പരിപാടികളുടെ സമാപന സമ്മേളനം മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യുമെന്നും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ്മ പറഞ്ഞു. കോഴിക്കോട് കോൻകോ ബസാറിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈലറിംഗ് സ്ഥാപനങ്ങൾ തകർക്കാനും ബിസിനസ് ഇല്ലാതാക്കാനും ചിലർ ശ്രമിക്കുകയാണെന്ന് കടയുടമ ബീന തോമസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് സമീപത്തുള്ള കടയുടമകൾ തങ്ങളെ പീഡിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇതേക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും ബീന തോമസ് വ്യക്തമാക്കി. ഓൺലൈൻ വ്യാപാരത്തിന് നികുതി ഏർപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഹസൻ കോയ വിഭാഗം ഡിസംബർ 16, 17, 18 തീയതികളിൽ അവകാശ സന്ദേശ യാത്ര നടത്തും. 16-ന് വടകരയിൽ യാത്ര ആരംഭിക്കും. 18-ന് മുതലക്കുളത്ത് സമാപിക്കും. ഡിസംബർ 3-ന് നടത്തുന്ന കടയടപ്പിൽ ഹസൻ കോയ വിഭാഗം പങ്കെടുക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഐഡിയൽ പബ്ലിക് സ്കൂളിന്റെയും മിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള 25 കുട്ടികൾക്കാണ് ക്യാമ്പ് നടന്നത്. കോർപ്പറേഷൻ കൌൺസിലർ സൽമ റഹ്മാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PTI പ്രസിഡന്റ് സെലീന, വാർഡ് കൌൺസിലർ സബിത കോടി, മുൻ വാർഡ് മെമ്പർ റഫീഖ്, കുഞ്ഞിക്ക, സുമിത, മുബഷിറ തുടങ്ങിയവർ സംസാരിച്ചു. മിംസ് നഴ്സിംഗ് കോളേജ് പുതുക്കോട് വിദ്യാർത്ഥികളുടെയും ലെക്ചറർ സുമിതയുടെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടച്ചുപൂട്ടുന്ന മദ്യഷോപ്പുകളിലെ ജീവനക്കാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളുടെ കളക്ടറേറ്റ് ധർണ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. നഗരത്തിൽ ബോധവൽക്കരണ പരിപാടികളും റാലിയും. തുഞ്ചന്റെ മണ്ണിൽ നിന്നും സ്വർണ്ണക്കപ്പുമായി തുറമുഖ നഗരത്തിന്റെ കുട്ടി ശാസ്ത്രജ്ഞന്മാർ തിരിച്ചെത്തി. ഉജ്ജ്വല സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.